നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ബാങ്ക് എക്സിയുടെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. ബാങ്ക് എക്സ് ഏകദേശം ഒരു 1200 പോയിന്റിൻ്റെ റാലി. ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്കിങ് ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം ICICI ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് സ്റ്റോക്കുകൾ അത് ശക്തമായി റാലി രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 2 മന്ത് ഹൈ, കൂടാതെ തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്ക് എക്സും ഒരേപോലെ തന്നെ അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി. ഇൻവെസ്റ്റേഴ്സിന് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി നിങ്ങൾ ബാങ്കിങ് സ്റ്റോക്കുകൾ, ഈ മേൽപ്പറഞ്ഞ ബാങ്കിങ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത ആളുകളാണെങ്കിൽ വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഒരേ സൈഡിലേക്ക് വളരെ അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നൽകിയത് കൊണ്ട് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാനാണ് സാധ്യത. നിങ്ങളുടെ ഇന്നത്തെ മാർക്കറ്റ് ദിവസം ഇന്ന് ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ ICICI ബാങ്ക് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടറാണ് ഇന്ന് നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും. നിഫ്റ്റി ബാങ്ക് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 2 മന്ത് ഹൈയിലാണുള്ളത്. IT കമ്പനിയായിട്ടുള്ള HCL ടെക് 6% ഫോൾ ഉണ്ടായിട്ടുണ്ട്. മോശം രീതിയിലുള്ളൊരു Q4 റിസൾട്ട്. മാരുതിയും 3% ഫോൾ ഉണ്ടായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത്. സിറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു മേജർ അപ്ഡേറ്റ് ഉള്ളത് 100 ബേസ് പോയിൻറ്റിൻ്റെ കട്ട് ഈ ഒരു വർഷം തന്നെ US നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. മെയ് ഈ ഒരു ആഴ്ചയിലാണ് US ഫെഡറൽ റിസർവ് അവിടുത്തെ പലിശ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമാണ്. മെയ് 2 ആ ഒരു തീരുമാനം വരും. അതെല്ലാം നമ്മുടെ ഗ്ലോബൽ കലണ്ടറിലുണ്ടാവും. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നിഫ്റ്റി ഇന്ന് അത്ര ഒരു ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ ബാങ്ക് എക്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നിഫ്റ്റിയോ ഉണ്ടാക്കിയ ആ ഒരു കുതിപ്പിന് പ്രൊപ്പോർഷനായിട്ടുള്ളൊരു കുതിപ്പ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. ITC പോലുള്ള സ്റ്റോക്കുകൾ ഡ്രാഗായിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. 48,400 ഓപ്പൺ ചെയ്ത് ഒരു സമയത്ത് പോലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും നടത്താതെ ഒരേ ഡയറക്ഷനിലേക്ക് 1043 പോയിൻറ്റ്, 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നിഫ്റ്റി ഇന്ന് 223 പോയിൻറ്റ്, സെൻസെക്സ് 937, നിഫ്റ്റി ബാങ്ക് 1223 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ICICI ബാങ്കും PSU കമ്പനിയായിട്ടുള്ള SBN 3%, അൾട്രാടെക് സിമെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 3%, ആക്സിസ് ബാങ്ക് 2.5% റാലി. ഇന്ന് ഫോൾ ആയിട്ടുള്ളത് IT കമ്പനിയായിട്ടുള്ള HCL ടെക്, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഓട്ടോ, HDC ലൈഫ്, L&T മൈൻട്രി തുടങ്ങിയ കമ്പനീസാണ്. L&T മൈൻട്രി ഒക്കെ അതിൻ്റെ ഒരു ഫോള് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ചതിന് ശേഷം സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. PCR എല്ലാം തന്നെ 1.65 ആണ്. കാണാം, സ്പോട്ടുള്ളത് 49,400 ആണെങ്കിൽ 49,000 അഗ്രസീവായിട്ട് പുട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. 48,500 നെക്സ്റ്റ് പുട്ട് ഷോട്ടിൽ ഉണ്ട്. 50,000 ആണ് ഇപ്പോഴുള്ള മേജർ റെസിസ്റ്റൻസ് സോൺ. എന്നാലും 49,500 അടുത്ത മണിയിൽ തൊട്ടപ്പുറമുള്ള സ്ട്രൈക്കിലും സ്ലൈറ്റ്ലി കോൾ അഡീഷൻ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഫിൻനിഫ്റ്റിയുടെയും നാളെ എക്സ്പയറി ആണ് ഉള്ളത്. 21,800 ആണ് സ്പോട്ട്, 22,000 മേജർ റെസിസ്റ്റൻസ് സോൺ, 21,400 മേജർ സപ്പോർട്ട് സോണായിട്ട് നിലനിൽക്കുന്നുണ്ട്. PCR 1.26 ആണ്. അപ്പോൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ എടുക്കാൻ കാരണം ബുധനാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ബുധനാഴ്ചയിലെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നേരെ നാളെ ഉണ്ടാവും. നാളെ അപ്പോൾ ഓൾമോസ്റ്റ് ഒരേ സെക്ടറിൻ്റെ രണ്ട് സെക്ടറിൻ്റെ ഓൾമോസ്റ്റ് ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന ഫിൻനിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി നാളെയാണ് ഉണ്ടാകുക. ഓൾറെഡി PCR എല്ലാം തന്നെ 1.65 ആണ്. അപ്പോൾ വളരെ മതിമറന്ന ആളുകൾ പുട്ടൊക്കെ ഷോർട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോയ അവസ്ഥയിലാണ് ഉള്ളത്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ICICI ബാങ്ക് തന്നെയാണ് ഇന്നത്തെ താരം. മികച്ച ഒരു റിസൾട്ട് കാരണം ICICI ബാങ്ക് ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 8 ലക്ഷം കോടി രൂപ കടഞ്ഞിട്ടുണ്ട്. 17% ഇവരുടെ അറ്റാദായത്തിൽ ഒരു വർധനവ് കണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് റിലയൻസ് 19 കോടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. TCS 14 കോടിയാണ് ഉള്ളത്. HDFC ബാങ്ക് 11.6 ആണ്. അപ്പോൾ SBIനും ഇപ്പോൾ ICICI ആണ് ഇപ്പോൾ
മത്സരം ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി പ്രോഫിറ്റ് 2258 കോടി രൂപ, കഴിഞ്ഞ തവണ 1668 കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. കമ്പനി 70 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. BSEയും MCXും ഈ രണ്ട് സ്റ്റോക്കുകൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റഡാണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് MCXും ലിസ്റ്റഡാണ്, നമുക്കറിയാം. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിൻ്റെ ഏറ്റവും വലിയൊരു സിവിയർ ഫോൾ ഇന്നുണ്ടായിട്ടുണ്ട്. 18% ഫോളായിട്ട് കുറച്ചധികം റിക്കവർ നടത്തി. പ്രധാനമായിട്ടും ഇവരുടെ ആനുവൽ ടേൺ ഓവർ കാൽക്കുലേഷൻ നോഷണൽ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാകുക. അത് കാരണം ഇവരുടെ ട്രാൻസാക്ഷൻ ചാർജസ് എല്ലാം തന്നെ വർദ്ധിച്ചേക്കാം എന്നുള്ളൊരു ന്യൂസിൻ്റെ പുറത്താണ് സ്റ്റോക്ക് ഇന്ന് ഫോളോ ആയിട്ടുള്ളത്. IREDA കമ്പനി ഇന്ന് 11% റാലി. നവരത്ന സ്റ്റാറ്റസ് കൊടുത്ത വിവരം നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തു. PNB ഹൗസിംഗ് നെറ്റ് പ്രോഫിറ്റ് 57% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% ഉയർന്നു. ട്രെൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 2 മടങ്ങ് ഉയർന്ന് 712 കോടി രൂപ. കമ്പനി 3 രൂപ 20 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സാറ്റിൻ ക്രെഡിറ്റ് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്ന് 128 കോടി രൂപ കരസ്ഥമാക്കി. യെസ് ബാങ്കും മികച്ച ഒരു റിസൾട്ട് കാരണം 10% റാലി രേഖപ്പെടുത്തി. KPIT ടെക്നോളജി കമ്പനി സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ഒരു Q4 ആണ്. കൂടാതെ തന്നെ കമ്പനി 4 രൂപ 60 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗ്ലാൻ ഫാർമ ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടി. ടാറ്റ മോട്ടോഴ്സ് ഇവർ സൗത്ത് ഇന്ത്യൻ ബാങ്കായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഫിനാൻസ് സൗകര്യം ചെയ്യുന്നുണ്ട്. പൂൻവാല ഫിൻകോർപ്പ് കമ്പനി 200 കോടി രൂപയിൽ നിന്ന് 332 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ബിർള സോഫ്റ്റ് കമ്പനി 161 കോടി രൂപയിൽ നിന്ന് 180 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. കൂടാതെ 4 രൂപ പെർ ഷെയറിന് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കൊറമൻഡൽ ഇൻ്റർനാഷണൽ കമ്പനി ഇവിടെ പുതിയ പ്ലാന്റ് 1000 കോടി രൂപ മുടക്കിയ പുതിയ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ വരുന്നു. ഫെഡറൽ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി 39 നിന്ന് 67 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ടിപ്സ് ഇൻഡസ്ട്രീസ് 18 നിന്ന് 25 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ഭാരത് ഡൈനാമിക് കമ്പനി മെയ് 24 ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്കുകൾ വിഭജിക്കുകയാണ്. കുപ്പിഡായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ശരിയാണ്, ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നു. ബോണസ് ഷെയർ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അതെല്ലാം തന്നെ നമ്മുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ ഇത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഡിമാറ്റിൽ ഇത് റിഫ്ലക്റ്റ് ആകുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും മുകളിൽ ബിറ്റ്കോയിൻ 1000 പോയിൻ്റ് ഇടിഞ്ഞു. അതിന് താഴെ ഉള്ളത് ഗോൾഡ് $2336 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ 89, ഓസ്ട്രേലിയ ഗ്രീനിൽ, ചൈന ഗ്രീനിൽ, കൊറിയ ഗ്രീനിൽ, ജപ്പാൻ ഗ്രീനിൽ, ഡോ ഫ്യൂച്ചർ ഗ്രീനിൽ, ഇന്ത്യ വിക്സ് 11% സ്പൈക്കായി 12.2. ഡാക്സ് UK മാർക്കറ്റുകൾ, ജർമ്മൻ മാർക്കറ്റുകൾ ഫ്ലാറ്റാണ്. ഇന്നൊരു കാര്യം, മാർക്കറ്റ് അൺയൂഷ്വലായിട്ട് റാലി രേഖപ്പെടുത്തിയപ്പോഴും വിക്സ് 12% സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിക്സ് ഉയരുക, അതിനർത്ഥം മാർക്കറ്റിൽ ചാഞ്ചാട്ട സാധ്യത ഉയരുക എന്നുള്ളതാണ്. അത് മാർക്കറ്റ് റാലി ആയാലും ഉണ്ടാവും, മാർക്കറ്റ് ഫോൾ ആയാലും ഉണ്ടാവും. അതായത് അൺയൂഷ്വലായിട്ടാണ് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടും വിക്സ് ഉയരാം, ആളുകൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ള ഒരു ഡൗട്ടാണ്. ഇനി നമ്മൾ നാളെ രാവിലെ 7:30 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.